വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരണം 6 ഹിമാചൽ ബിഹാർ സ്വദേശികളാണ് മരിച്ചത്. പ്രതികൂല കാലാവസ്ഥ തിരച്ചിലിന് ദുഷ്കരമാക്കുന്നുണ്ട്. ശക്തമായ മഴ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് ഉണ്ടായിരുന്നിട്ടും യാതൊരു മുന്നൊരുക്കങ്ങളും സർക്കാർ സ്വീകരിച്ചില്ലെന്ന് ദുരന്തഭൂമി സന്ദർശിച്ച പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. ഇതിനിടെ കള്ളാടി ദുരന്തം മനുഷ്യനിർമ്മിതമെന്ന ആദ്യവാദത്തിൽ നിന്നും സർക്കാർ മലക്കം മറിഞ്ഞു. ദുരന്തത്തിന് പിന്നാലെ വയനാട് തുരങ്കപാതയുടെ ആനക്കാംപൊയിലിലെ നിർമ്മാണവും നിർത്തിവെച്ചു. പ്രദേശത്തെ 4 സോണുകളായി തിരിച്ചാണ് തെരച്ചിൽ നടത്തുന്നത്. 1-ാം സോണിൽ ഇനിയും മൃതദേഹങ്ങൾ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. മണ്ണിടിച്ചിൽ സമയത്ത് മീനാക്ഷി പുഴയിൽ കുത്തൊഴുക്കുണ്ടായിരുന്നു. അപകടത്തിൽപ്പെട്ടവർ ഒഴുകിപ്പോയിരിക്കാനുള്ള സാധ്യത പരിഗണിച്ച് പുഴയിലും വ്യാപക പരിശോധന നടത്തുന്നുണ്ട്. കനത്ത മഴയും കോടമഞ്ഞും കാരണം തെരച്ചിൽ ദുഷ്കരമാണ്. ഇതിനിടെ കള്ളാടി ദുരന്തം മനുഷ്യനിർമ്മിതമാണെന്ന വാദത്തിൽ നിന്നും സർക്കാർ മലക്കം മറിഞ്ഞു. കൂട്ടിയിട്ട മൺകൂന ഒലിച്ചിറങ്ങിയല്ല അപകടമെന്ന് മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. താഴേക്ക് പതിച്ചത് കൂട്ടിയിട്ട മണ്ണാണെന്ന് ആദ്യം പറഞ്ഞത് പ്രാഥമിക വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. നിർമ്മാണ പ്രവൃത്തികൾ ഈ സർക്കാരിന്റെ കാലത്തുള്ളതല്ലെന്നും റവന്യൂ മന്ത്രി. മൺകൂനയാണ് എന്ന് ഞങ്ങളൊക്കെ തിരുവനന്തപുരത്തായിരുന്നല്ലോ. തിരുവനന്തപുരത്തായപ്പോൾ ആദ്യം കിട്ടുന്ന റിപ്പോർട്ട് നിങ്ങളും പലർ റിപ്പോർട്ട് ചെയ്ത് അവിടെ കൂട്ടിയിട്ടിരുന്ന മണ്ണ് താഴോട്ട് വന്നു എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയ റിപ്പോർട്ട് ആദ്യം അതായിരുന്നു. പക്ഷേ മൺകൂന അല്ല ഇടിഞ്ഞിട്ടുള്ളത്. ഈ പ്രവൃത്തി നടത്തിയ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചാണ്. പ്രവൃത്തി നടത്തി കോൺക്രീറ്റ് ചെയ്ത ഭാഗത്തിന്റെ തൊട്ടുമുകളിലാണ് ഇടിച്ചിലുണ്ടായിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും കള്ളാടിയിലെ ദുരന്തഭൂമിയിലെത്തി. ദുരന്തബാധിതരെയും പ്രതിപക്ഷ നേതാവ് ക്യാമ്പിലെത്തി കണ്ടു. ശക്തമായ മഴയ്ക്ക് മുന്നറിയിപ്പുണ്ടായിട്ടും സർക്കാർ മുന്നൊരുക്കങ്ങൾ സ്വീകരിക്കാത്തത് കടുത്ത അനാസ്ഥയെന്ന് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് മന്ത്രിമാർ പറയുന്നത്. സാധാരണ നിലക്ക് ഇത്തരം കാര്യങ്ങളിൽ ആര് പ്രതികരിക്കുന്നത്, മുഖ്യമന്ത്രിയായാലും മന്ത്രിമാരായാലും എല്ലാം പ്രതികരിക്കുന്നത് കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കണം. അതിനു മുൻപ് രാഷ്ട്രീയമായ ഉദ്ദേശത്തോടെ പ്രതികരണങ്ങൾ നടത്തുന്നത് അത് ഗുണമല്ല ചെയ്യുക. അത് വേണ്ടാത്ത പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിനിടയാക്കും. അത് മേലിലും ഈ ഗവൺമെൻറ് ശ്രദ്ധിക്കേണ്ടതാണ് എന്നാണ് പറയാനുള്ളത്. ഇപ്പോൾ നടത്തിയ പ്രതികരണങ്ങൾ തീർത്തും അനീതമായിട്ടുള്ളവയടക്കമുണ്ട്. കള്ളാടിയിലേത് മനുഷ്യനിർമ്മിത ദുരന്തമെന്ന് പറഞ്ഞത് വ്യക്തിപരമായ അഭിപ്രായമെന്നാണ് മന്ത്രി T സിദ്ദിഖിന്റെ വിശദീകരണം. തുരങ്ക നിർമ്മാണം തുടരണോ എന്നതിൽ തീരുമാനം അന്വേഷണ റിപ്പോർട്ടിന് ശേഷം മാത്രം. അന്വേഷണം കഴിയും മുൻപ് മുൻവിധി വേണ്ടെന്നും മന്ത്രി ഹലോ മലയാളം ലീഡേഴ്സ് മോർണിംഗിൽ പറഞ്ഞു. മീറ്റിംഗിൽ തുടർ നടപടികളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു. ആ മീറ്റിംഗിന് ശേഷം പത്രക്കാരെ കണ്ടപ്പോൾ മുഖ്യമന്ത്രി ഒരു കാര്യം കൃത്യമായി പറഞ്ഞു. ഈ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, വന്നു കഴിഞ്ഞതിന് ശേഷം എന്താണ് പാളിച്ചയുണ്ടായത്, എന്താണ് സംഭവിച്ചത്, തുടർ നടപടികൾ ഏത് രീതിയിൽ പോകാം എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ഒരു സയന്റിഫിക് റിപ്പോർട്ടായി അത് മാറും. എന്നാൽ തുരങ്കപാത പദ്ധതി ഉപേക്ഷിക്കില്ലെന്ന് പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ പറഞ്ഞു. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയമാണ് തുരങ്കപാതയ്ക്ക് അനുവാദം നൽകിയത്. നിർമ്മാണത്തിൽ അശാസ്ത്രീയതയോ പിഴവുകളോ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. എന്നാൽ പദ്ധതി ഉപേക്ഷിക്കുന്ന പ്രവണത സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയമാണ് ഇതിന് ക്ലീൻ ചിട്ട് കൊടുത്തത് നിർമ്മാണ പ്രവർത്തനം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയത്. ആ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെയുള്ള ഈ പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. ഇനി അതിലെന്തെങ്കിലും അശാസ്ത്രീയത ഉണ്ടായിട്ടുണ്ടോ, എവിടെയെങ്കിലും പിഴവുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ വിശദമായി പരിശോധിക്കും. നമ്മൾ ഒരു പാത നിർമ്മാണം നിർത്തിവെക്കുക എന്നുള്ളതല്ല ഉദ്ദേശം. സുരക്ഷ, അതാണ് ഇതിന് മെയിൻ ഘടകം. അതെല്ലാം പരിശോധിച്ചിട്ട് എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ്. അല്ലാതെ ഒരു പദ്ധതി ഉപേക്ഷിക്കുന്ന ഒരു പ്രവണത സർക്കാരിന്റെ ഭാഗത്തു നിന്നില്ല. വയനാട് തുരങ്ക നിർമ്മാണത്തിനെതിരെ ഗൂഢനീക്കമെന്ന് CPIM മുഖപത്രം ദേശാഭിമാനിയുടെ ആരോപണം. മാധ്യമങ്ങൾ വസ്തുത മറച്ചുവെച്ച് പാരിസ്ഥിതിക അനുമതിയില്ലാതെ നിർമ്മാണം തുടങ്ങിയെന്നെല്ലാം കള്ളപ്രചരണം നടത്തുകയാണ്. സുപ്രീം കോടതി പോലും തള്ളിയതാണ് ഈ വാദമെന്നും ദേശാഭിമാനിയുടെ മുഖപ്രസംഗം. കള്ളാടി ദുരന്തത്തിന് പിന്നാലെ വയനാട് തുരങ്കപാതയുടെ ആനക്കാംപൊയിലിലെ നിർമ്മാണവും നിർത്തിവെച്ചു. ക്വാർട്ടേഴ്സുകളിലേക്ക് മണ്ണ് വീഴാൻ സാധ്യതയെന്ന് ആശങ്കയിൽ മേഖലയിൽ നിന്നും തൊഴിലാളികളെ മാറ്റി. തുടർച്ചയായി മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നിർമ്മാണ മേഖലയിൽ കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് പൂർണ്ണമായും നീക്കാനായിട്ടില്ല. ഇപ്പോൾ മണ്ണിൽ തൊടുന്നത് അപകടകരമാണെന്ന വിലയിരുത്തലിൽ സുരക്ഷിതമായ സമയമാകുമ്പോൾ മൺകൂന പൂർണ്ണമായും നീക്കാമെന്നാണ് തീരുമാനം. ന്യൂസ് മലയാളം, വയനാട്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കെട്ടിടം ഇടിഞ്ഞു വീണ അപകടം. 2-ാം പ്ലാറ്റ്ഫോമിലേക്ക് പഴയ ക്ലോക്ക് ടവർ തകർന്നു വീഴുകയായിരുന്നു. യാത്രക്കാർ പ്ലാറ്റ്ഫോമിൽ ഇല്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. കെട്ടിടത്തിന് വിള്ളലുണ്ടെന്നും അപകടാവസ്ഥയിൽ നിന്നും നേരത്തെ കണ്ടെത്തിയിരുന്നു. കോഴിക്കോട് കഴിഞ്ഞ 3 ദിവസങ്ങളിലായി അതിശക്തമായ മഴ തുടരുകയാണ്. കോഴിക്കോട് വഴിയുള്ള ട്രെയിനുകൾ വൈകി ഓടുന്നു. വിവരങ്ങളുമായി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സരീഷാണ് ചേരുന്നത്. സരീഷ, വലിയ അപകടമാണ് തലനാരിഴക്ക് വഴിമാറിയത് എന്ന് തന്നെ പറയണം. എന്തായാലും 150 വർഷത്തോളം പഴക്കമുള്ള ഒരു ക്ലോക്ക് ടവറാണല്ലോ നിലവിൽ തകർന്നു വീണിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി അവിടെ ഉണ്ടായ തടസ്സങ്ങൾക്കൊക്കെ ഇപ്പോൾ പരിഹാരമായിട്ടുണ്ടോ? ട്രെയിൻ ഗതാഗതം പഴയ പോലെ പുനഃസ്ഥാപിക്കാനായിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ?
രണ്ടാം പ്ലാറ്റ്ഫോമിലെ ക്ലോക്ക് ടവറാണ് 10 മണിയോടെ ഇന്ന് തകർന്നു വീണത്. ആദ്യമൊരു ആശങ്ക എല്ലാവർക്കും ഉണ്ടായിരുന്നു. കാരണം നിരവധി യാത്രക്കാരെത്തുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഈ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ എന്നുള്ളത്. അത്തരത്തിൽ ആ ഒരു റെയിൽവേ സ്റ്റേഷനിൽ, വലിയ തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനിൽ ഇത്തരത്തിൽ ബിൽഡിങ്ങുകൾ തകർന്നു വീഴുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ കേടുപാടുകൾ ഉണ്ടാകുമോ, അല്ലെങ്കിൽ ആളുകൾ അതിനകത്ത് പെടാനുള്ള സാധ്യതയുണ്ടാകുമോ എന്നൊക്കെയുള്ള ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും അർത്ഥമില്ല എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ തന്നെ അതിനകത്ത് ആളുകളില്ല എന്ന് ഉറപ്പുവരുത്താൻ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിനും അതോടൊപ്പം തന്നെ റെയിൽവേ ഉദ്യോഗസ്ഥർക്കും സാധിച്ചു. ഇപ്പോൾ അവിടെ നിന്നും ബിൽഡിങ്ങിന്റെ ഭാഗങ്ങൾ നീക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനു മുൻപ് തന്നെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ടേക്ക് വന്നിരുന്നു. റെയിൽവേ നൽകുന്ന വിശദീകരണം അനുസരിച്ച് കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ ഈ കെട്ടിടത്തിന് സുരക്ഷയില്ല എന്ന് കണ്ടെത്തുകയും അതിന്റെ ഭാഗമായി രാവിലെ 10 മണിക്ക് പൊളിച്ചു നീക്കാൻ ഒരു തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് റെയിൽവേ പറയുന്നത്. അതിന്റെ ഭാഗമായി രാവിലെ 9 മണിക്ക് എത്തിയ ട്രെയിൻ അതിനുശേഷം ആളുകളെ ഇങ്ങോട്ടേക്ക് കടത്തിവിട്ടിരുന്നില്ല എന്നൊരു വിശദീകരണം കൂടി റെയിൽവേ ഉദ്യോഗസ്ഥർ നൽകുന്നുണ്ട്. ഈ 2 പ്ലാറ്റ്ഫോമുകൾ, അതായത് 2-3 പ്ലാറ്റ്ഫോമുകളിൽ ഇനി ആളുകളെ പ്രവേശിപ്പിക്കേണ്ടതില്ല എന്ന് നേരത്തെ തന്നെ തീരുമാനമെടുത്തിട്ടുണ്ട് എന്നൊരു വിശദീകരണമാണ് അവർ നൽകുന്നത്. പക്ഷേ അപ്പോഴും ഒരു ആശങ്കയായി നിൽക്കുന്നത്, നമ്മുടെ നേരത്തെ ഇവിടെ റെയിൽവേ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ അപകടം നടക്കുന്നതിന് തൊട്ട് മുൻപാണ് അവർ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് മാറിയത്. അപ്പോഴും ബാക്കി നിൽക്കുന്ന ഒരു സംശയം, 9 മണിക്ക്, അതായത് 10 മണിക്ക് പൊളിക്കാൻ നിൽക്കുന്ന ഒരു ബിൽഡിംഗ്, ബലക്ഷയമുണ്ട് എന്ന് കണ്ടെത്തിയ ബിൽഡിംഗ്, ആ ബിൽഡിംഗ് നിൽക്കുന്ന പ്ലാറ്റ്ഫോമിലേക്ക് എങ്ങനെയാണ് 2 മണിക്ക് എടുക്കുന്ന ഒരു ട്രെയിൻ ഇവിടെ എത്തിയത്, ഇവിടെ പാർക്ക് ചെയ്തത് എങ്ങനെയാണ്? അതോടൊപ്പം തന്നെ ഇവിടെ നിന്നും ക്ലീൻ ചെയ്തിട്ടുണ്ട്, ഇവിടെ പാർക്ക് ചെയ്തൊരു ഉണ്ട്. അതോടൊപ്പം തന്നെ 3ാമത്തെ പ്ലാറ്റ്ഫോമുകളിൽ ഉൾപ്പെടെ ട്രെയിൻ ഗതാഗതം നടത്തും എന്ന് നേരത്തെ തന്നെ ബോർഡിൽ, അതായത് ചില ട്രെയിനുകൾ 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാകുമെന്ന് ബോർഡിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു, ഫെൻസിംഗ് ഉൾപ്പെടെ ഏർപ്പെടുത്തിയിരുന്നു എന്ന് റെയിൽവേ വിശദീകരണം നൽകുമ്പോഴും അത് വിശ്വാസയോഗ്യമല്ല എന്ന് തന്നെ വേണം പറയാൻ. എന്തായാലും നിലവിൽ ആരും ഈ കെട്ടിടത്തിനകത്ത് പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ആശ്വാസകരമായ കാര്യം. നിലവിൽ ആദ്യം ഘട്ടത്തിൽ ഈ റെയിൽവേ ട്രാക്കിലേക്ക് മണ്ണ് വീഴാത്ത രീതിയിൽ ഷീറ്റും അതോടൊപ്പം തന്നെ കെട്ടിടാവശിഷ്ടങ്ങളും അവിടെ നിന്ന് അല്പം മാറ്റുകയാണ്. JCB ഉപയോഗിച്ചാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കരാർ കമ്പനിയുടെ ഭാഗത്തു നിന്നും ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ലൈൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാറ്റണം. കാരണം വൈദ്യുതി ലൈൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അവിടെ നിന്ന് മാറ്റിയാൽ മാത്രമേ ഷീറ്റുകൾ പൊളിച്ചു മാറ്റാനാവുകയുള്ളൂ. ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ ജില്ലാ പോലീസ് കമ്മീഷണർ, സിറ്റി പോലീസ് കമ്മീഷണർ ഷൗക്കത്ത് അലി ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തുകയും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ ഉദ്യോഗസ്ഥരെത്തുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചില നിയന്ത്രണങ്ങൾ കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എല്ലാ ട്രെയിനുകളും ഈ നിയന്ത്രണ സമയത്തേക്ക് 4ാം പ്ലാറ്റ്ഫോമിലൂടെ മാത്രമായിരിക്കും സഞ്ചരിക്കുക. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് നിന്നും വരുന്ന ജനശതാബ്ദി എക്സ്പ്രസ്, ആ ജനശതാബ്ദി എക്സ്പ്രസ് കല്ലായി വരെ മാത്രമായിരിക്കും സർവീസ് നടത്തുക. ആ കല്ലായിൽ നിന്നായിരിക്കും ആ വാഹനം തിരിച്ചു പോകുക, അല്ലെങ്കിൽ ആ ട്രെയിൻ തിരിച്ചു പോകുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ബാംഗ്ലൂരിൽ നിന്നും കോഴിക്കോടേക്ക് എത്തുന്ന യശ്വന്ത്പൂർ ഉണ്ട്. ആ യശ്വന്ത്പൂർ വെസ്റ്റ് ഹില്ലിൽ യാത്ര അവസാനിപ്പിക്കുകയും അവിടെ നിന്ന് വീണ്ടും വെസ്റ്റ് ഹില്ലിൽ നിന്ന് യാത്ര പുറപ്പെടുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഇങ്ങോട്ടേക്ക് പുറപ്പെടേണ്ടതും ചില നിയന്ത്രണങ്ങൾ, കൊച്ചുവേളി ഭാഗ്നഗർ എക്സ്പ്രസ് സർവീസ് നാളെ രാവിലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഇന്ന് വൈകിട്ട് 3:30 പുറപ്പെടേണ്ട വണ്ടിയാണത്, അത് നാളത്തേക്ക് മാറ്റിയിട്ടുണ്ട്. നാളെ രാവിലെ 7:30 കൊച്ചുവേളിയിൽ നിന്നും ട്രെയിൻ പുറപ്പെടും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചില നിയന്ത്രണങ്ങൾ പറയുന്നതെങ്കിൽ ഈ 4ാം പ്ലാറ്റ്ഫോമിലേക്ക് മാത്രമായിരിക്കും ആളുകളെ പ്രവേശിപ്പിക്കുക. അതോടൊപ്പം തന്നെ ഏതെങ്കിലും രീതിയിൽ ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നും വാഹന സൗകര്യം മറ്റ് സ്റ്റേഷനുകളിലേക്ക്, അതായത് കല്ലായി സ്റ്റേഷനുകളിലേക്കും അതോടൊപ്പം തന്നെ വെസ്റ്റ് ഹിൽ സ്റ്റേഷനിലേക്കും ഇവിടെ നിന്നുള്ള വാഹന സൗകര്യം ഉൾപ്പെടെ റെയിൽവേ ക്രമീകരിച്ചിട്ടുണ്ട്. ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകില്ല ആളുകൾക്ക്, അല്ലെങ്കിൽ യാത്രക്കാർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകില്ല എന്നൊരു വിശദീകരണം തന്നെയാണ് എന്തായാലും ഈ റെയിൽവേ നൽകുന്നത്. പക്ഷേ ഗുരുതരമായ വീഴ്ച റെയിൽവേ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല.